സോ ഹായ് ഗൈസ്, സോ നമ്മൾ ചെയ്യാൻ വിക്രം സാറിൻ്റെ ധീര സൂര്യൻ പാർട്ട് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 വരും സാറിന് എല്ലാ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 ഇറങ്ങിയിട്ട് അന്വേഷണം പാർട്ട് 2 ഇറങ്ങുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണ് ചുരുക്കച്ചെട്ടുള്ള പടങ്ങൾ മാത്രമേ ഇങ്ങനെ പാർട്ട് 2 ഇറങ്ങിയിട്ട് പാർട്ട് 1 ഇറക്കാറുള്ളൂ. അത് ഈ ഒരു പടം പെടും. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ചരിത്രം കണ്ട സ്ഥിതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രങ്ങൾ ആവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് 1 ഇവരെടുക്കും, വിട്ടറായിട്ട് എടുക്കും, എന്നിട്ട് പാർട്ട് 2 എടുത്ത് പൊട്ടിക്കും. അതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഫോർമുല. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 ഫസ്റ്റ് ഇറങ്ങിയത്, പാർട്ട് 2 പക്ക പൊളിപ്പടം, അടിപൊളിപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിപ്പടം. ഇത് ജസ്റ്റ് 1 ഡേ, അതായത് 1 നൈറ്റ് നടക്കുന്ന സംഭവമാണ്. നമ്മൾ കയ്യിലെ പോലത്തേക്ക് 1 നൈറ്റ് നടക്കുന്ന സംഭവമാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അടിപൊളിപ്പടം എന്ന് വെച്ചാൽ അടിപൊളിപ്പടം നല്ല രീതിക്ക് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ചിത്തയും പിന്നെ വിജയ് സേതുപതി APS ഒക്കെ എടുത്ത ഡയറക്ടറാണ്. പക്ക കമേഴ്ഷ്യൽ പടമാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ലാഗ് ഫീൽ ചെയ്യുന്ന സ്ഥലത്തിന് അവരൊരു എലിവേഷൻ സീൻസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ലാഗ് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം തന്നെ ഒരു എലിവേഷനും കാര്യങ്ങളും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എലിവേഷൻ സീൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ ഇരിക്കണം. അതാണ് ചെറിയൊരു പടത്തിൻ്റെ ഒരു ഡൗൺഗ്രേഡ് ഞാൻ പറയണത്. കുറച്ച് സീൻസ് അതിൽ എന്തിലെന്തായിട്ടുണ്ട് എങ്കിലും പക്ക കണ്ടിരിക്കാൻ പറ്റും. നമുക്ക് ഒരു ബോറും കാര്യങ്ങളും അടിക്കില്ല, കണ്ടിരിക്കാൻ പൊളിപ്പടം എന്ന് വെച്ചാൽ അടിപൊളിപ്പടം തന്നെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഡ്യൂറേഷൻ കൂടി കുറച്ചിരുന്നെങ്കിൽ പക്ക അടിപൊളിപ്പടം എന്ന് ഞാൻ പറഞ്ഞാൽ, എങ്കിലും നല്ലൊരു പടം തന്നെയാണ്. നമ്മൾ കൊടുത്ത കാശ് കല്ലാവില്ല, ആ രീതിക്കുള്ള പടം തന്നെയാണ്. ഞാൻ പിന്നെ എമ്പുരാൻ നോക്കാനാണ് പോയിരുന്നത്. ഫസ്റ്റ് എമ്പുരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും റിവ്യൂ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ബെറ്റർ റിവ്യൂ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ഒരു പടത്തിന് പോയത്. റിവ്യൂ ഇൻ ദ സെൻസ് നമുക്ക് ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം, വലുതായിട്ട് ഒരു മാസം ഇതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ആ ട്രെയിലറിന് ഇല്ലാത്ത സാധനം നമുക്ക് ഈ മൂവി ഡയറക്ടർ നോക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. മൂവി ഡയറക്ടർ നോക്കുമ്പോഴത്തേക്കും നല്ല മാസ് സീനും പക്ക എലിവേഷൻ സീൻസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഗുമ്മില്ല. പക്ഷേ ഈ സാധനം ട്രെയിലർ ചില ഗുമ്മില്ലെങ്കിൽ പടം പക്ക ഗുമ്മ നമുക്ക് തരുന്നുണ്ട്. ആ രീതിയിലുള്ള പടമാണ്. നമ്മൾ ചെയ്യാൻ വിക്രമനെ നോക്കിയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വയസ്സ് എനിക്ക് 60 വയസ്സ് അടുപ്പിച്ച് എന്തോ ആയിട്ടുണ്ട് പുള്ളിക്ക്. പക്ഷേ പുള്ളിയുടെ ബോഡി കീപ്പ് ചെയ്യുന്ന രീതി, പുള്ളിയുടെ സ്വാഗ് ശരിയാകുമ്പോൾ ഇപ്പോഴത്തെ ഒരു നടന്മാർക്ക് അത് ചെയ്യാൻ പറ്റുമോ? കാരണം ചെയ്യാൻ വിക്രമിൻ്റെ സ്പെഷ്യൽ തന്നെയാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ ഐ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അവസാനമായിട്ട് ഞാൻ വിക്രമിൻ്റെ അവിടെ തിയേറ്ററിൽ കണ്ടത് ഐ തന്നെയാണ്. കാരണം ആ രീതിക്കുള്ള എഫേർട്ട് പുള്ളി ഇട്ടിട്ടുണ്ട്. പുള്ളി എല്ലായിടത്തും എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചില ബോംബ് ഡയറക്ടർമാർ കൂടെ പോയി ഇല്ലാതായി പോകണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പുള്ളി ഇനിയും ബോംബ് കഥകളും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഇതുപോലത്തെ നല്ല ഡയറക്ടറിൻ്റെ കൂടെ നല്ല കഥകൾ ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ. കാരണം എനിക്ക് തോന്നുന്നു ഐക്ക് ശേഷം പുള്ളിയുടെ കംബാക്ക് എന്ന് പറയുന്ന പടം ഇത് തന്നെ ആയിരിക്കും. കാരണം ആ രീതിക്കുള്ള ഉണ്ട് ഈ പടം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയുള്ളത്. കാരണം ഇതിന് ഫസ്റ്റ് സെക്കൻഡ് പാർട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇനി വരുമെന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ വരുമെന്ന് എനിക്കറിയുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലുള്ള വലിയൊരു പണ്ടലുണ്ട്. അത് സെക്കൻഡ് പാർട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള സംഭവമാണ്. ആ സംഭവം സെക്കൻഡ് പാർട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സെക്കൻഡ് പാർട്ടിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫസ്റ്റ് പാർട്ടിൽ ബാക്കി മുന്നോട്ട് പോകുന്നത് എനിക്ക് അറിഞ്ഞൂടെ. എങ്കിലും സെക്കൻഡ് പാർട്ടിന് കട്ട വെയിറ്റിംഗ് ആണ്. നോക്കാം.